ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി നമുക്ക് തയ്യാറാക്കാമേ. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം അതൊന്ന് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതായത് ഈ ശർക്കര എല്ലാം നല്ലോണം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് അരിച്ചങ്ങ് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചൊഴിക്കണം കേട്ടോ, കാരണം ശർക്കരയിൽ അത്യാവശ്യം പൊടികളൊക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അരിച്ച് ഫുള്ളായിട്ട് നമുക്ക് ആ മാവിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ശർക്കര പാനിയുടെ വെള്ളം മാത്രം തികയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തോണം കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്ത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതങ്ങ് സെറ്റാക്കി എടുക്കാമേ. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ശർക്കര ഉരുക്കിയെടുത്ത് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇതിലോട്ടങ്ങ് അരിച്ചരിച്ച് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ഫോർക്കോ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ച് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അതായത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 4-5 ഏലക്ക നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള്, അത് ഓപ്ഷനിലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളും കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതും ഓപ്ഷനിലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അത് ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്കിത് മാവിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇവിടെ ഒന്ന് നിറം മാറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫുള്ളായിട്ടും നെയ്യ് ഉൾപ്പെടെ നമുക്ക് മാവിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചേർത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും കേട്ടോ. ഇപ്പം തന്നെ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മാവിന് തന്നെ നല്ല മണമാണ്. അപ്പോൾ ആ ചുട്ടു വരുന്ന പലഹാരത്തിന് എന്ത് മണമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലോണം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം കണ്ടല്ലോ, മാവ് കറക്റ്റായിട്ടും ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വേണ്ടത്. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയിലേക്ക് നമുക്ക് ഇത് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കതങ്ങ് തിരിച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലോണം അങ്ങ് വേവിച്ചെടുക്കാമേ. കണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് പൊള്ളി വന്നിട്ടുണ്ട്. പൊള്ളി വന്നതിന് ശേഷം നമുക്കത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക, കാരണം ഇതിൻ്റെ അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ അത് 2 സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമേ അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ അത് ഓരോന്നായിട്ട് അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായ സമയത്ത് ഞാൻ മറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റു സൈഡും 2 സൈഡും തീ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 സൈഡും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ലൊരു വൈകുന്നേരങ്ങളിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇനി ഗോതമ്പ് മാവ് തന്നെ വേണമെന്നില്ല
കേട്ടോ. മൈദാമാവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റോട് കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ.